ഊട്ടിക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ആഗ്രഹങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ കയറി ഒന്ന് ചുറ്റുക എന്നുള്ളത്. അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഊട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ധാരാളം സിനിമകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, എൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് കിലുക്കമായിരിക്കും. ഫോട്ടോഗ്രാഫർ നിശ്ചലിനെയും ജോജിയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, എനിക്ക് ആ സിനിമയിൽ മറക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുകൂടിയുണ്ട്. അതായത് ആദ്യമായി തന്നെ നമ്മുടെ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനും ആ ടോയ് ട്രെയിനും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്റെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു ഒരു ഫ്രെയിമാണ് എന്ന് തന്നെ പറയാം. ഇതാ നമ്മുടെ ടോയ് ട്രെയിൻ ഇങ്ങനെ അകലെ നിന്ന് വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ ആ ട്രെയിനിൽ കയറാൻ നിന്നതിൽ 99% ആളുകളും എൻ്റെ അതേ ആഗ്രഹവുമായി വന്നവരാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്നേക്കാൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് അവർ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിന് പച്ചക്കൊടി വീശി ആരോ ആർക്കൊക്കെയോ ടാറ്റ കൊടുക്കുന്നുണ്ട്, ബായ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി. ഇത് നോക്കിയേ, ആക്ച്വലി ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കിട്ടിയില്ല, സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത്. പക്ഷേ കയറിയപ്പോഴാണ് മനസ്സിലായത് അത് ഉർവശി ശാപം ഉപകാരമായി എന്നുള്ളത്. കാരണം ഇത് ഞാൻ എന്തിനാണ് ഈ തൊപ്പി വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലൊരു തൊപ്പി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ കിലുക്കത്തിലെ രേവതി വന്ന് ഇറങ്ങുമ്പോൾ രേവതിക്ക് നല്ലൊരു തൊപ്പി ഉണ്ട് തലയിൽ. എന്നാ ശരി, എന്നാ പിന്നെ ആ തൊപ്പി കൂടി അങ്ങ് ഇരിക്കട്ടെ, അതിന്റെ ഫുൾ ഒരു വൈബ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊപ്പി എടുത്തു വെച്ചു. കൊള്ളാം അല്ലേ? നല്ല തൊപ്പി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സെക്കൻഡ് ക്ലാസ്സിലാണ് നല്ല അടിപൊളി യാത്ര. കാരണം രണ്ട് സൈഡും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം, വിൻഡോസ് എല്ലാം ഓപ്പൺ ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ആക്ച്വലി വിൻഡോസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ അത്ര ഒരു വൈബ് നമുക്ക് കിട്ടില്ല. അതായത് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കാണാനും ഇങ്ങനെ വീഡിയോസ് എടുക്കാനും ആ ഒരു കണ്ടില്ലേ, പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു വ്യൂ നോക്കിയേ. രണ്ട് സൈഡും, അതായത് ഇങ്ങനെ വളവിലൂടെ വരുന്ന സമയത്ത് രണ്ട് സൈഡും നമുക്ക് കാണാം. ധാരാളം സ്റ്റേഷനുകളുണ്ട്. ആക്ച്വലി ഞങ്ങൾ കയറിയത് ഊട്ടിയിൽ നിന്ന് കൂനൂർ വരെയാണ്. അതിന്റെ ഇടയിലുള്ള പല സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ലവ്ഡെയിൽ. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ലവ്ഡെയിലാണ്. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്, ലവ്ഡെയിൽ. എന്ത് ക്യൂട്ട് പേരാ അല്ലേ? ഇതിന്റെ ഇടയിലാണ് വെല്ലിംഗ്ടൺ ഉണ്ട്. അതിന്റെ പല 3-4 സ്റ്റേഷൻസിൽ എനിക്ക് തോന്നുന്നു ഊട്ടി കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേഷനൊക്കെയാണ് കൂനൂര്. ഞങ്ങൾ അതുവരെയാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് എൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേഷനായിരുന്നു ലവ്ഡെയിൽ. എഗെയിൻ ഞങ്ങൾ ലവ്ഡെയിൽ കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. നിങ്ങളൊന്ന് നോക്കി, ആക്ച്വലി ആ ട്രെയിനിന്റെ ഭംഗിയേക്കാൾ കൂടുതൽ അത് പോകുന്ന വഴിയാണ്. രണ്ട് സൈഡും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും പൈൻ മരങ്ങളും. നോക്കൂ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഒരു സുഖം എന്ന് പറയുന്നത് തന്നെ ഈ 4 ഭാഗവും ഉള്ള നമ്മൾ ആ പോകുന്ന വഴിയാണ്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള ഒരു പല 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 ടെറൈനിലൂടെ നോക്കിയാൽ ഇപ്പൊ എല്ലാം ഒരുപോലെയല്ല. ഇത് നോക്കിയാൽ ആ മരങ്ങൾ ഇങ്ങനെ അത്രയും ഉയരത്തിൽ നിൽക്കുന്നതിന്റെ ഇടയിലൂടെ പോകുന്നു, കുറെ പച്ചപ്പിലൂടെ പോകുന്നു, കുറെ വേറെ, അതായത് ഇങ്ങനെ മാറി മാറി മറിഞ്ഞു വരുന്ന കാഴ്ചകളാണ് നമുക്ക് ആ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റുക. സത്യത്തിൽ ആ കാഴ്ചകളാണ് ഈ ഒരു ട്രെയിൻ ജേർണിയെ അത്രത്തോളം പ്രിയപ്പെട്ടതാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് ആക്ച്വലി എൻ്റെ മനസ്സ് നിറച്ചൊരു യാത്രയായിരുന്നു. ഒരു പ്രത്യേക ഫീല് അത് നിങ്ങൾക്ക് ആ യാത്ര പോയാൽ തന്നെ മനസ്സിലാവും. ഞാൻ എത്ര പറഞ്ഞാലും എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാനം എത്തുകയാണ്. അപ്പൊ എല്ലാവരെയും കൂട്ടി ഞാനൊരു സെൽഫി എടുത്തു. എൻ്റെ അനിയൻ, അച്ഛൻ, പാപ്പക്കുട്ടി അവിടെ എന്തൊക്കെയോ മൊബൈൽ കണ്ടോണ്ടിരിക്കുകയാണ്, വിളിച്ചെന്ന് കേൾക്കുന്നില്ല. യെസ്, ശിവദാസേട്ടൻ. ശിവദാസേട്ടനും അച്ഛനും ഒക്കെ കുറെ കാലം ഊട്ടിയിൽ ജീവിച്ച ആൾക്കാരാട്ടോ. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലമൊക്കെ എൻ്റെ അച്ഛൻ ഊട്ടിയിലായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെയാണ് കുറെ കാലം ജീവിച്ചത്. അതുപോലെ തന്നെയാണ് ശിവദാസേട്ടനും അവിടെ പല ബന്ധങ്ങളും കുറെ കാലം അവിടെയൊക്കെ ജീവിച്ച ആളാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനായിട്ടുള്ള കൂനൂരെത്തി. അപ്പോൾ ഊട്ടിയിൽ പോകുന്നവർ മറക്കാതെ ഈ ഒരു ട്രെയിൻ ജേർണി എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. ബൈ.